ആരായിരുന്നു ഫാദർ ബെനഡിക്ട്? വെറുമൊരു വൈദികനായിരുന്നില്ല അദ്ദേഹം. രോഗികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാൾ. തന്റെ കുപ്പായത്തിൽ ചോരക്കറ പുരണ്ടപ്പോഴും ലോക്കപ്പിൽ പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒന്നേയുള്ളൂ: എന്റെ ദൈവം ഇതറിയുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയത എന്നത് ആൾക്കൂട്ടത്തിന് മുന്നിലെ പ്രകടനമായിരുന്നില്ല, മറിച്ച് നിശബ്ദമായ സഹനമായിരുന്നു. കോടതി അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിലും സമൂഹം അദ്ദേഹത്തെ ക്രൂശിച്ചു. സഭയ്ക്കുള്ളിൽ പോലും അദ്ദേഹം ഒറ്റപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം ആരോടും പരാതി പറഞ്ഞില്ല, പ്രതികാരം ചെയ്തില്ല. യഥാർത്ഥ ആത്മീയത എന്നത് തനിക്ക് നേരെയുള്ള കല്ലേറുകളെ പുഞ്ചിരിയോടെ നേരിടുക എന്നതാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഫാദർ ബെനഡിക്ടിനെ പോലെ നിരപരാധികൾ ക്രൂശിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് വിശുദ്ധരുടെ മുഖംമൂടി അണിഞ്ഞ ചെന്നായ്ക്കൾ വാഴുന്നുമുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിചിത്രമായ ഒരു ലോകത്താണ്. സങ്കടങ്ങൾ പറയുവാൻ ഒരാളെ തിരയുമ്പോൾ ചേർത്ത് പിടിക്കുവാൻ വരുന്ന കൈകളിൽ പോൽ പലപ്പോഴും വിഷം പുരണ്ടിട്ടുണ്ടാകും. ആത്മീയതയെ ഒരു കച്ചവടമായി കാണുന്നവർ